ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടി ചായൻ സ്റ്റാൻഡിയെ വിളിച്ച് കുറേ വഴക്ക് കൊടുക്കണാണ്ട്. നിന്നോട് ആര് പറഞ്ഞു അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ? പലതവണ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതൊക്കെ വേണ്ടാന്ന്. എന്നിട്ട് നീ എന്തേത് അനുസരിക്കാത്തത്? നീ ആരോടൊക്കെ സമാധാനം പറയണോടാ? നീ അതൊക്കെ ചിന്തിച്ചോ? അച്ഛാ, ഞാൻ എല്ലാം ആലോചിച്ചും കണ്ടും തന്നെയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് സ്വീകരിച്ചത്. എനിക്കിനി അവളെ പറഞ്ഞയക്കാനൊന്നും പറ്റത്തില്ല. ഇതേ തീ കൊണ്ട് തല ചൊറിയും പോലെയാണ് സ്റ്റാൻലി. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഒന്നേ അവളെ പറഞ്ഞു വിട്ടേക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വന്നിട്ട് ഒരു തീരുമാനം അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പം നീ എന്നാ തീരുമാനം ഉണ്ടാക്കാനാ? എന്നാ ഉണ്ടാക്കിയാലും ശരി തന്നെ, എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോടാ, എനിക്കും തീരുമാനിക്കണമല്ലോ. ഞാനും വരട്ടെ, ഞാനും ഒന്ന് കാണട്ടെ അവളെ, എന്നിട്ട് തീരുമാനിക്കാമെന്നും പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കടപ്പാട്ട് വീട്ടിൽ കാണിക്കുകയാണ്. അവിടെ കൃഷ്ണയും ഭവതയും കൂടെ ടേബിളിലിരുന്ന് പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നു. ആ സമയത്ത് വൈജ കാലിലെന്തോ തീപ്പൊള്ളൽ ഏറ്റതുപോലെയാണ് നടപ്പ് കേട്ടോ. ഒരു നിവർത്തിയുമില്ല, വെപ്രാളം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ഇവർക്കൊരു സംശയം, എന്തിനാവും അമ്മ ഇങ്ങനെ വെപ്രാളം പിടിച്ച് നടക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ? അപ്പോൾ കൃഷ്ണയോട് ബബിത പറയാ, അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. എന്തിന്? അച്ഛൻ എവിടെയെങ്കിലും ടൂർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞോ? എടി അതല്ലെന്നേ, അച്ഛനോട് എന്തെങ്കിലും ചോദിക്കാനോ വഴക്കുണ്ടാക്കാനോ കാത്തു നിൽക്കുന്ന നിൽപ്പായത്. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം ഞാനൊന്ന് അങ്ങോട്ട് പോയി ചോദിക്കട്ടെ. എന്തിന്? മിണ്ടാതിരിക്കടി. ഇല്ല, അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടുന്ന് പതിയെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക, അമ്മയ്ക്ക് എന്നാ പറ്റി? കാലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീ പൊള്ളലോ മറ്റോ ഏറ്റിട്ടുണ്ടോ? എന്താടി അങ്ങനെ പറഞ്ഞത്? എന്ത് പൊള്ളൽ എൻ്റെ കാലിൽ? അല്ല, അമ്മ കുറേ സമയമായി ഇരിക്കുന്നില്ലല്ലോ, കാല് വെന്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. കൃഷ്ണേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അല്ല, അമ്മയ്ക്കെന്താ ഇത്ര ടെൻഷൻ? എന്തിനാ? കുറേ സമയമായില്ല, മോളി നോക്കുന്നു, താഴെ നോക്കുന്നു. ഞാൻ നിൻ്റെ അച്ഛനെ നോക്കി നിന്നതാ. അച്ഛൻ ടൂർ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നോ? ടൂർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നോ? പിന്നെ നിൻ്റെ അച്ഛനല്ലേ, അമ്മയെ കൊണ്ടുപോകില്ല, വേറെ വല്ലവരെയാണെങ്കിൽ കൊണ്ടുപോകാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്തായാലും എന്തിനാ? അല്ല, ഇവിടെ ഒരു ജോലിക്കാരിക്ക് കുറേ സ്വർണവും പണവും തുണിയും ഒക്കെ പൈസ നോക്കാതെ വാരിക്കോരി കൊടുത്തില്ലേ, അതെന്തിനു കൊടുത്തു എന്ന് ചോദിക്കണം. എടി, നീയൊക്കെ 2 മക്കളുകൾ, പിന്നൊരുത്തൻ, ഇത്രയെണ്ണം ഇവിടെ ഉണ്ടായിട്ട് ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? സ്വന്തം മക്കളെ അനുഭവിക്കേണ്ട പൈസയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വന്ന് നിന്ന് 3 മാസം ജോലി ചെയ്തൊരു വേലക്കാരിക്ക് അങ്ങ് സാധിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്താ? പറ, നിങ്ങൾക്ക് എന്താ നാണമില്ലേ പിള്ളേരെ? നിങ്ങളിവിടെ ഉണ്ടായിരുന്ന സമയത്തല്ലേ കൊടുത്തത് എന്ന് വൈജ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയാട്ടോ, അതെ അമ്മേ, ഇതെല്ലാം കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് ഇതെല്ലാം കൊടുത്തത്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അച്ഛൻ ഇതെല്ലാം കൊടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇതിപ്പോൾ കുറഞ്ഞു പോയി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതെന്താടി നീ അങ്ങനെ പറയുന്നത്? അലീന ചേച്ചി ഞങ്ങളോട് ചെയ്തതും ഈ വീട്ടിനോട് ചെയ്തതും വെച്ച് നോക്കിയാൽ ഇനിയും കൊടുക്കണമെന്നേ ഞങ്ങൾ പറയും. കൊള്ളാം, വാരിക്കോരി കുറേ കൊടുക്ക്. അപ്പോഴാണ് ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനോട് ചോദിക്കണം, ഹലോ ഒന്ന് നിന്നേ, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. എന്താ നിനക്ക് ഇത്ര ചോദിക്കാനായിട്ടെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ഒരു ജോലിക്കാരി നിന്നിരുന്നു 2-3 മാസം. അവൾക്ക് കുറേ സ്വർണവും പണവും ഒക്കെ പൈസ നോക്കാതെ വാരിക്കോരി കൊടുത്തല്ലോ. അതിൻ്റെ കാരണം എനിക്കറിയണം. അത് ഞാൻ കൊടുത്തെങ്കിൽ നിനക്കിപ്പോൾ എന്താ കാര്യം? അതെ, കൊടുത്തു, അതിനിപ്പോൾ എന്താ? അതല്ല, എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഇതിനു മുമ്പ് പല ജോലിക്കാരി ഇവിടെ നിന്നിട്ടുണ്ട്. അവർക്കൊന്നും നിങ്ങൾ വാരിക്കോരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശമ്പളം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഇവിടെ നിന്നവൾക്കും ശമ്പളം കൊടുത്തോണ്ടിരുന്നല്ലോ. പിന്നെ അതിലും ബദലായിട്ട് വീണ്ടും പിന്നെയും 2 ലക്ഷം രൂപ അക്കൗണ്ട് ഇട്ട് കൊടുത്തു, പിന്നെയും കൊടുത്തു. എന്താ ഇത്? അത് ഞാൻ അവൾക്ക് ബോണസ് കൊടുത്തതാ. പിന്നെ പണ്ട് നിന്ന ജോലിക്കാരികൾക്കെല്ലാം നീയല്ലേ ശമ്പളം കൊടുത്തിരുന്നത്? ഇവൾക്ക് ഞാനാ കൊടുത്തത്. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളും അവളും തമ്മിൽ എന്താണ് ഇത്ര ബന്ധം? അങ്ങനെ കൊടുക്കാനും വാങ്ങാനുമായിട്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കൊടുക്കാൻ അർഹതപ്പെട്ടവളാണ്. ഈ കുടുംബത്തിന് വേണ്ടി അവൾ നല്ല സേവനങ്ങൾ ചെയ്തു, അതുകൊണ്ടാണ്. പിന്നെ എന്ത് സേവനം? 3 മാസം ഇവിടെ നിന്നപ്പോൾ പിള്ളേർക്ക് സ്വർണ്ണമുട്ടയാണോ ആവശ്യം കൊടുത്തത്? അതാണോ ഇത്ര വലിയ സേവനം? ആ സേവനത്തിൻ്റെ കണക്കുകൾ ഞാൻ ഒന്നൊന്നായിട്ട് നിനക്ക് നിരത്തി തരണോ? അതിൻ്റെ ആവശ്യം എനിക്കില്ല. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് കൊടുക്കണമെന്ന് തോന്നി കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. പറഞ്ഞ കേട്ടല്ലോ. അങ്ങനെ ബാലേന്ദ്രൻ നല്ലപോലെ മറുപടി വൈജയ്ക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. മക്കളോട് യാത്രയും പറഞ്ഞ് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് സമാധാനം ആയില്ലല്ലേ? ഇപ്പം മനസ്സിലായല്ല, കിട്ടേണ്ടത് കിട്ടിയപ്പം. എടി, ഒറ്റ വീക്ക് ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ദേഷ്യം. അതുപോലെ തന്നെ സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ അലീനയോട് സംസാരിക്കുന്നുണ്ട്. അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, അതെ പിന്നെ ഇവിടെ ആരോടെങ്കിലും നീ അനാഥയാണെന്നോ ഓർഫനേജിൽ വളർന്നതാണെന്നോ ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അവരെന്നോട് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നത്? നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, ഒരു സ്റ്റാറ്റസ് വേണ്ടേ? എന്തായാലും അതല്ലേ സത്യം.
എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? അല്ല, നീ ഇപ്പോൾ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളല്ലേ? അത് ഇപ്പോഴല്ലേ? ഞാൻ പക്ഷേ ജനിച്ചതും വളർന്നതൊക്കെ ഒരു ഓർഫണായിട്ടാണല്ലോ. അങ്ങനെയാണ് ഞാൻ വളർന്നതൊക്കെ. അല്ല, എന്നാലും അതെ, ഇങ്ങനെ പറയുന്നതാണ് ശരി. കാരണം ഇപ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ ഓരോ ചോദ്യങ്ങൾ വരും. ആരാ, എന്താ, എങ്ങനെയാണ്? പല രാജകുമാരിയായിട്ട് അല്ലെങ്കിൽ രാജാവിൻ്റെ മകളായിട്ട് ഞാനിവിടെ ജീവിച്ചിട്ട് പിന്നീട് ഓരോരുത്തരും ഓരോ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ എന്നെ വീണ്ടും ഒരു അനാഥയാക്കുന്നതിൽ നല്ലത് അനാഥയായിട്ട് എല്ലാവരും അറിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു രാജാവിൻ്റെ മകളായിട്ട് അംഗീകരിക്കപ്പെടുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത് എന്ന് അലീന പറയുമ്പോൾ സ്റ്റാൻലി അതങ്ങ് സമ്മതിച്ചു കൊടുക്കുക കേട്ടോ. അലീനയുടെ വാചകത്തിന് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സ്റ്റാൻലി പറയാം, ശരിയാ, മോള് പറഞ്ഞത് വളരെ നല്ല കാര്യം തന്നെയാണ്, കറക്റ്റാണ്. എന്തായാലും സാരമില്ല. പിന്നെ മോക്ക് എന്തെങ്കിലും ഇഷ്ടഭക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഔസേപ്പുണ്ട് കേട്ടോ അകത്ത്, അവരൊക്കെ പൗലോസുണ്ട്, അവരോടൊക്കെ പറയണം, നല്ലപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി തരും. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഒരു ദോശയോ 2 ദോശയോ, ഉച്ചയ്ക്കും ഒരു പിടി ചോറ്, രാത്രി കഞ്ഞിയോ മറ്റോ ആണെങ്കിലും കുഴപ്പമില്ല. മോള് നോൺ വെജ് ഒന്നും കഴിക്കാറില്ല? എല്ലാം കഴിക്കും, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്നാലും ശരി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. അല്ല, ബാലചന്ദ്രനെ അച്ഛാന്ന് വാതോരാതെ തേനൊഴുകുന്ന പോലെ പലതവണ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ ഒരു തവണ പപ്പാന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ചെറുതായിട്ടൊരു ചിരി വരുന്നുണ്ട്. എന്നിട്ട് അലീന പറയാം, അച്ഛൻ എന്നെ വിളിക്കുന്നത് തേനൊഴുകും പോലെ അത്രയ്ക്ക് വാത്സല്യത്തോടു കൂടിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അത് ശരി. അപ്പോൾ ഞാൻ അത്രയ്ക്ക് സ്നേഹത്തോടെ അല്ല വിളിക്കുന്നത് എന്നാണല്ലോ എൻ്റെ അർത്ഥം? മാറ്റിയെടുക്കാം, കുറച്ച് സമയം എടുക്കുമായിരിക്കും എനിക്ക്. അപ്പോൾ അലീന പറയാണ്, എനിക്കും കുറച്ച് സമയം എടുക്കും. കാരണം ഇവർക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുമായിരുന്നു. എന്നിട്ട് അവസാനം രണ്ടുപേരും ഒന്ന് ചിരിച്ചിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കാം കേട്ടോ. ആദ്യമായിട്ട് അലീനയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ അലീന കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇപ്പം അലീന ആ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഔതക്കുട്ടി ചായൻ കുട്ടിക്കാലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നിറങ്ങിയ പാടെ തന്നെ ആൻ്റപ്പനൊക്കെ ചോദിക്കുന്നുണ്ട് ആൻ്റപ്പനോട്, എടാ ഇവിടെ ഇപ്പോൾ പഴയ 2-3 പട്ടികളുണ്ടായിരുന്നല്ലോ, അതൊക്കെ തന്നെയാണോ ഇവിടെ ഉള്ളത്, അതോ പുതിയ ഏതെങ്കിലും പട്ടികൾ വലിഞ്ഞു കയറിയിട്ടുണ്ടോ? അന്നേരം ആൻ്റപ്പൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അല്ല, പഴയ പട്ടികൾ എന്തായാലും ഇവിടെ ഉണ്ട്, പിന്നെ പുതിയതായിട്ട് വന്നത് ഒരു പെൺപട്ടിയാണ്. അത് ശരി, എങ്ങനെയാണ്, മൂപ്പ് കൂടിയ സാധനമാണോ? അങ്ങനെയാണെങ്കിൽ ആ പട്ടിയുടെ പല്ലങ്ങ് പിഴുത് കളഞ്ഞേക്കാം, എന്നിട്ട് ഞാനങ്ങ് കൊണ്ടുപോയേക്കാം എന്നൊക്കെ ആൻ്റപ്പനോടും പൗലോസിനോടും ഒക്കെ ഇങ്ങനെ പറയാട്ടോ. ബൈജു ആണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ബൈജു ആൾ ഒരു പുലിയാണ്. ശരി, ഞാൻ ഇപ്പം കാണിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ ഔതക്കുട്ടി ഞാൻ അകത്തേക്ക് കയറി പോകുമ്പോൾ ബൈജുവും പൗലോസൊക്കെ നിന്ന് പറയാം, ഇതിപ്പോൾ എങ്ങനെ പോവും, ആ പെണ്ണ് മിക്കവാറും ഇങ്ങനെ പതപ്പിച്ച് എടുക്കുന്ന കോളൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. സ്റ്റാൻലി ആണെങ്കിൽ അപ്പച്ചന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും കണ്ടുകൊണ്ടാണ് കയറി വരുന്നത്. രാവിലെ തന്നെ തുടങ്ങിയിടാൻ ചോദിക്കുക. അപ്പച്ചൻ വരുന്നത് കൊണ്ട് ഞാനെല്ലാം റെഡിയാക്കി വെച്ചു, എനിക്ക് നിൻ്റെ ഔദാര്യവും ഒന്നും വേണ്ട. നീ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചേ, നീ ആരെയും എവിടെ കൊണ്ട് പാർപ്പിച്ചത്? അപ്പച്ചൻ ഞാൻ ഇരിക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് സംസാരിച്ചിട്ട് പോകണം. അവസാനം സ്റ്റാൻലി പറയാം, ശരി, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഞാൻ തന്നെ ഒറ്റയടിക്കാൻ കഴിയും, ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കും, അറിയാമല്ലോ, പിന്നെ ഒരു തുള്ളി മിച്ചം കിട്ടത്തില്ല, കൊതിച്ചിട്ട് കാര്യമില്ല. അത് കേൾക്കുമ്പോൾ ഔതക്കുട്ടി ചതയം മിണ്ടാതെ അവിടെ പോയി ഇരിക്കുക കേട്ടോ. ശരി, നീ അങ്ങോട്ട് ഒഴിക്കുക. എടാ, നീ ഈ ചെയ്തതൊക്കെ ശരിയാണോ? അപ്പച്ചാ, ശരിയാണ്, ഞാൻ ഒരുപാട് തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. പക്ഷേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ അവളെ ഇങ്ങോട്ട് വിളിക്കുക, ഞാനൊന്ന് സംസാരിച്ചിട്ടേ ഇവളെ ഞാൻ അങ്ങ് കൊണ്ടുപോവാം. അവിടെ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല, എൻ്റെ വല്യമ്മയുടെയോ കുഞ്ഞമ്മയുടെയോ അല്ലെങ്കിൽ അനിയൻ്റെയോ ചേട്ടൻ്റെയോ മക്കളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിർത്തിക്കൊള്ളാം. അപ്പോൾ സംശയം വരില്ല. ഇതിപ്പോൾ നിൻ്റെ കുടുംബത്തിനുമൊക്കെ സംശയം ഉണ്ടാക്കേ ഇല്ലപ്പച്ച, ഞാൻ അവളെ ഒരിടവും വിടില്ല. അങ്ങനെ വിടാനാണെങ്കിൽ അവളെ ഇങ്ങോട്ട് സ്വീകരിച്ച് കൊണ്ടുവരേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. അവളെ ഇത്രയും വർഷം ഒരു ഓർഫണേജിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്നേഹം കിട്ടാതെ കഴിഞ്ഞവളാണ്. ഇനിയെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അവളെ വിട്ടു തരില്ല. നീ അവളെ ഇങ്ങോട്ട് വിളിക്കാനാണ് പറഞ്ഞത്. ഇല്ല അപ്പച്ചാ, വിളിച്ചാലൊന്നും അങ്ങനെ വരില്ല അവൾ. പിന്നെ കള്ള് കുടിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന സ്ഥലത്തേക്ക് അവൾ വരില്ല. അത് ശരി, അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? നീ അവളെ നിലയ്ക്ക് നിർത്താത്തോണ്ടാ അവളിങ്ങനെ തുടക്കത്തിൽ തന്നെ. അല്ല, അവളൊരു പ്രത്യേകതര സ്വഭാവക്കാരിയാണ്, അതാ അതിൻ്റെ കാര്യം. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കണ്ടേ പറ്റൂ. ഞാൻ എന്തായാലും സംസാരിച്ചിട്ട് ഇന്ന് തന്നെ അവളെയും കൂട്ടി തിരിച്ചു പോവും. അപ്പച്ചാ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അവളൊരു പാവം പെണ്ണാ, ഞാനൊന്ന് സംസാരിക്കട്ടെടാ, വിളിക്കടാ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്